ഹായ്, എല്ലാവർക്കും സൗമ്യ സുനിൽ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ആരെങ്കിലും ഇപ്പോൾ ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടി, ബീട്രൂട്ട് പച്ചടി. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തിനാണെന്ന് നോക്കാം. ഒരു 2 ബീട്രൂട്ടാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു തൈര്, ഒരു മീഡിയം പുളിയിലെ തൈര് 1 കപ്പ്, പിന്നെ ഒരു ഉള്ളി ഇതുപോലെ ചെറുതായി മുറിച്ചത്, പച്ചമുളക്, പിന്നെ വേണ്ടുന്നത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും. വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. നമ്മൾ പാത്രം വെച്ച് പാത്രം ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. അടുത്തതായിട്ട് എണ്ണ ചൂടായി. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഉള്ളി പച്ചമുളക് മുറിച്ച് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴണ്ട് വരട്ടെ. ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തതായി ഇതിനകത്തോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിനകത്തോട്ട് നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് ബീട്രൂട്ട് വേകുന്ന സമയം വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് മതി. ചെറിയ തീയിൽ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് നേരമായി ഇത് അടച്ച് വെച്ചിട്ട് ഇപ്പോൾ തുറന്ന് നോക്കാം. ബീട്രൂട്ട് ഒന്ന് വെന്തിട്ടുണ്ട്. എന്തൊടിയൊന്നും പെടുന്നത് ഗ്രേറ്റ് ചെയ്തെടുത്തോണ്ട് പിന്നെ വേഗം വേവുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ഇതിൻ്റെ ഒന്ന് ചൂട് പോകണം. ഇളം ചൂടാവണം. ഒരു നല്ല ചൂടുണ്ടാകുമ്പോൾ ഇളം ചൂടാവണം. ഒരു 5 മിനിറ്റ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ തൈര് ഒഴിക്കുമ്പോൾ തൈര് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് തൈര് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം പുളിയിലെ തൈരാണ്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോക്കിയിട്ട് പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ, ആവശ്യമുണ്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി തൈര് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറവാണെന്നോട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അധികം പണിയൊന്നുമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഗസ്റ്റ് എല്ലാം വരുവാണെങ്കിൽ വീട്ടിൽ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്